എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. നമ്മൾക്ക് കിട്ടുന്ന അറിവുകളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രയോജനപ്പെടുന്നതാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. കുറെ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പകരം എന്ത് ചെയ്യണം? അത് നമ്മുടെ ലൈഫിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മനഃപൂർവ്വം ആദ്യമൊക്കെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളെ ആ ഒരു രീതിയിൽ ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് അതിനനുസരിച്ച് പ്രയോജനം ഉണ്ടാവത്തുള്ളൂ. നമ്മൾക്ക് നോളജ് എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ എന്താക്കി മാറ്റണം? വിസ്ഡം ആക്കി മാറ്റണം. എന്നിട്ട് നമ്മുടെ ലൈഫിൽ കൃത്യമായിട്ട് അതിനനുസരിച്ച് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ട് അതനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ളവർക്കായാലും നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ അവരുടെ ജീവിതവും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? മാറും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെ കീപ്പ് ചെയ്യാം, നമ്മൾക്ക് സക്സസിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സക്സസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് അത് നിങ്ങളിപ്പം ഒരു ജോലി കിട്ടുന്നതായിക്കോട്ടെ, ഓർ ഇനി നിങ്ങളുടെ ഏത് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാം റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഫോക്കസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ ആ ഫോക്കസ് നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് എന്ന ഒരു 20+ ടിപ്സ് ആണ് നമ്മൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടിയിട്ട് സ്വാഗതം. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ആണ്, നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഒക്കെ വരും. നമ്മളിപ്പോ ഒരു ഗോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുവാണെങ്കിൽ പോലും നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി എപ്പോഴും സെൽഫ് ഡൗട്ട്, ഞാൻ അതിനകത്ത് വിജയിക്കുമോ, എനിക്കത് നേടാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ലക്ഷ്യം എത്തുന്നിടം വരെ. അപ്പൊ ആ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ മനഃപൂർവ്വം തന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യണം? എക്സിറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണ്, എനിക്കിത് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ആ ഒരു കണ്ടന്റ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് ആ നെഗറ്റീവ് തോട്ടിനെ മാറ്റി ഇത് എനിക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു കൊച്ചിനെ നേടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെക്കുന്നതാണ്, അല്ലെങ്കിൽ ജോലി കിട്ടുന്നതാണ്, എന്തുമായിക്കോട്ടെ, ആ സംഭവമായി വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? മനഃപൂർവ്വം തന്നെ അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് പകരം പുതുതായിട്ടുള്ള കാര്യങ്ങൾ, എനിക്കിത് പറ്റും, അതിന് വേണ്ടതായിട്ടുള്ള അറിവുകൾ ഞാൻ നേടേണ്ടതുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മൈൻഡിനെ റീഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് തിങ്കിങ് മാറ്റിയിട്ട് പിന്നെ എനിക്കിത് പറ്റുന്നതാണ് എന്നിട്ടുള്ള രീതിയിൽ നമ്മൾ തന്നെ അഫേം ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്താലും, ഇപ്പൊ ഒരു ജോലി ചെയ്താലും എല്ലാം നമുക്ക് എന്ത് കിട്ടത്തില്ല? ഓട്ടോമാറ്റിക്കലി ഫോക്കസ് നമ്മൾക്ക് കിട്ടത്തില്ല. അപ്പൊ എന്താണ് ഇപ്പോഴും നമ്മളിങ്ങനെ ഇപ്പൊ ഇവിടെ നമ്മൾ ലൈവിൽ ഇരിക്കുവാണെങ്കിലും നമ്മൾക്ക് നമ്മളുടെ ചിന്തകള് പലയിടത്തും ഇങ്ങനെ ഓടി ഓടി നടക്കുവാണ്. അല്ലെങ്കിൽ ദിവസം നമ്മൾക്ക് ഒരു 60,000 തോട്ട്സോളം ഉണ്ടെന്നിട്ടാണ് സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പൊ ആ 60,000 തോട്ട്സിനകത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന തോട്ട്സുകളായിരിക്കും കൂടുതലും നമ്മൾക്ക് വരുന്നത്, അല്ലെ? ഒരു വ്യക്തിനെ നമ്മൾ നോക്കുവാണെങ്കിൽ, അവരുടെ ജീവിതം നോക്കുവാണെങ്കിൽ, അവരുടെ 1000 ഒക്കെ നമുക്ക് ഓർമ്മയുള്ളതുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഒരു പരസ്യം പോലെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നതാണ്. അതിനകത്തുനിന്ന് നമുക്ക് ആകെപ്പാടെ 10 25 ഒക്കെ നമ്മുടെ ഓർമ്മ കാണത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഈ ഓരോ ചിന്തകൾ വരുമ്പം നമ്മൾ ആ ചിന്തകൾക്ക് പ്രയോറിറ്റി അല്ലെങ്കിൽ അവിടെ സ്ട്രെസ് കൊടുക്കാതെ ആ ചിന്തകൾ കഴിഞ്ഞിട്ട് അടുത്ത പോരട്ടെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും? ചിന്തകളുടെ എണ്ണം കുറയാൻ തുടങ്ങും. മനസ്സിലായോ? അതായത് ചിന്തകളെ നമ്മൾ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ 100% നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് സക്സസ് ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് റൂട്ട് എവിടാ മാറ്റേണ്ടത്? നമ്മളുടെ ചിന്തകൾ. ഇനി എന്തൊക്കെ നമ്മൾ ഉണ്ടെങ്കിലും ഫോക്കസ് ഓൺ അവർ സെൽഫ്. നമ്മൾക്ക് മാത്രമേ നമ്മളുടെ ജീവിതം മാറ്റാൻ പറ്റത്തുള്ളൂ. ദൈവം നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എവിടെ ശ്രദ്ധിക്കണം? നമ്മളുടെ ഈ പ്രസന്റ് മൊമെന്റിൽ നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എപ്പോഴും എവിടെ ആയിരിക്കും? പാസ്റ്റിലായിരിക്കും ഓൾമോസ്റ്റ് ടൈം. അവരെന്നെ വേദനിപ്പിച്ചു, ഇവരെന്നെ വേദനിപ്പിച്ചു, എന്നാലും അവർ അങ്ങനെ പറഞ്ഞല്ലോ, ഇവർ ഇന്നലെ ഇങ്ങനെ എന്നോട് പറഞ്ഞല്ലോ, അവരെന്നെ വിളിച്ചില്ലല്ലോ, ഇങ്ങനെ പരാതികളും പരിഭവങ്ങളുമായിട്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ദിവസം മുന്നോട്ട് പോകുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഉയരണമെന്ന് നിങ്ങൾക്ക് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചിന്തകളെയും മറ്റുള്ളവരോടുള്ള വൈരാഗ്യത്തിനെയും എല്ലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക.
പകരം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങളുടെ എനർജി കൊടുക്കുക. എവിടോട്ടാണോ എനർജി കൊടുക്കുന്നത് അങ്ങോട്ടേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. അതായത് നമ്മളുടെ ഫോക്കസ് എവിടെയാണോ അവിടെയാണ് എനർജി പോകുന്നത്. ഇപ്പൊ ഞാൻ ധനുഷയെ ഫോക്കസ് ചെയ്തു, അപ്പൊ എങ്ങോട്ടായിരിക്കും എന്റെ എനർജി പോകുന്നത്? ധനുഷയിലോട്ടാണ്. ഇപ്പൊ ധനുഷയുടെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്യുവാണ് എങ്കിൽ ആ വ്യക്തിയിലോട്ടാണ് ധനുഷ എന്ന് പറയുന്ന വ്യക്തിയുടെ നല്ലതായിട്ടുള്ളതും ചീത്തതായിട്ടുമായിട്ടുള്ള എല്ലാ എനർജീസും പോകുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾക്ക് ലക്ഷ്യം, ആ ഒരു നമ്മളുടെ ആ ഗോൾസിലേക്ക് നമ്മുടെ ഫോക്കസിനെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മളുടെ എനർജീനെ അവിടോട്ട് ഇൻപുട്ട് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങളും വാക്കുകൾ പോലും നമ്മൾ വളരെ സൂക്ഷിക്കണം. അതിനേക്കാളും പവർഫുൾ ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ചിന്തകൾ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ചിന്തകൾ നമ്മളെ അലോസരപ്പെടുത്തുന്നതാണെങ്കിലും അല്ലെങ്കിലും ആ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും? കൊച്ചു പിള്ളേരൊക്കെ പിന്നെ നമ്മുടെ ഒരു 6 മാസമുള്ള കൊച്ചായാലും അല്ലെങ്കിൽ 2 വയസ്സുള്ള കൊച്ചായാലും ആ കൊച്ചിനെ നമ്മളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ ആ കൊച്ച് ഭയങ്കര വികൃതിയാണെങ്കിലും കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യും? അതൊന്ന് കുറച്ചു നേരം ഒന്ന് നിർത്താൻ തുടങ്ങും, അല്ലെ? അതായത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, അതായത് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കരുതുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ചിന്തകളുടെ ആ ഒരു വേഗത, അതായത് മൈൻഡിന്റെ ഭയങ്കര സ്പീഡിലാണ്. പ്രകാശത്തിന് പോലും ഇത്രയും സ്പീഡില്ല, അത്രയും പോകുന്ന ആ പ്രകാശത്തിന്റെ സ്പീഡിനേക്കാൾ നമ്മൾക്ക് എന്ത് സഞ്ചരിക്കാൻ പറ്റും? നമ്മുടെ മനുഷ്യന്റെ മനസ്സിന് സഞ്ചരിക്കാൻ പറ്റും. സോ ആ മൈൻഡിന്റെ വേഗതയൊന്ന് കുറച്ച് കൊണ്ടുവരിക, ആ ചിന്തകളുടെ വേഗതയൊന്ന് നമ്മൾ കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് വരുന്ന പല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയും തടയിടാൻ ആർക്ക് പറ്റും? നമ്മൾക്ക് തന്നെ പറ്റും. നമ്മൾ തന്നെയാണ് നമ്മുടെ ഈ ലൈഫിലുള്ള വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് മൊത്തം എന്താണ്? ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ഇതിൽ നമ്മൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ വാക്കുകളും നമ്മൾ ആകർഷിച്ചെടുത്തതും നമ്മൾ സിനിമ കണ്ടതും എന്തൊക്കെയായിരുന്നോ നമ്മളുടെ പ്രോഗ്രാംസ്, അതിനനുസരിച്ചിട്ടായിരുന്നു നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ നിങ്ങൾക്ക് നാളത്തെ നിങ്ങളുടെ ഇത് മാറ്റിമറിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ ഫോക്കസ് ചെയ്യണം? ഈ പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക. പാസ്റ്റിലുള്ള കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റിയിടുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ ഡിസയർ എന്താണ്? നിങ്ങളുടെ ഗോൾസ് എന്താണ്? അതിനു വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുക. നിങ്ങളുടെ എനർജീനെ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ പുതിയ സർക്കംസ്റ്റൻസും പുതിയ പുതിയ സാഹചര്യങ്ങളും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങളുടെ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുന്ന വ്യക്തികളെയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ഈ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കണം. ഈ ഷെയർ മാർക്കറ്റിന്റെ ഒക്കെ ഗ്രാഫ് ഒക്കെ പോകുന്നില്ലേ? അതായത് നമ്മൾക്ക് അത് എപ്പോഴും ഒരു ചേഞ്ചിങ് മോഡിലായിരിക്കും, ഒരു ECG വേവ്സ് പോലെ ആയിരിക്കും. ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ലൈഫും പോകുന്നത്, അല്ലെ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അത്ര സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും ശരിക്കും നടക്കത്തില്ല. ആ നടക്കാതെ വരുമ്പോൾ നമ്മൾ അങ്ങ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും, അല്ലെ? പക്ഷെ ദാറ്റ് ഈസ് ദ റിയാലിറ്റി ഓഫ് ലൈഫ്. ആ റിയാലിറ്റി ഇങ്ങനെയാണ്. എനിക്ക് ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു കാര്യം നമ്മൾ നേടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നേടുക. വല്ലപ്പോഴും അങ്ങനെ പൊട്ടക്കണ്ണന്റെ മാവേലേറ് പോലെ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. ഏത് സമയത്തിനും ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഒരു കോഴിക്കുഞ്ഞ് ഉണ്ടാവാൻ 21 ദിവസം വേണം, ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അല്ലെങ്കിൽ ഒരു വാഴ ഉണ്ടാവാൻ, ഒരു ചേന ഉണ്ടാവാൻ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ടൈം ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇന്നൊരാഗ്രഹം, നമുക്ക് ഇന്നൊരു കാറ് വേണം. ആ ഒരു കാറ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ടുഡേ ഇറ്റ്സെൽഫ് തന്നെ വേണമെന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? മനസ്സിലായോ? അപ്പൊ അങ്ങനെയല്ല. എല്ലാത്തിനും എന്തുണ്ട്? ഡിവൈൻ ടൈം ഉണ്ട്. ആ ഡിവൈൻ ടൈമിൽ നമ്മൾ വിശ്വസിക്കുക. പല സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾക്ക് പല രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പൊ ഈ ചിലരെ സംബന്ധിച്ച് അവർക്ക് ഡിപ്രഷൻ ഉണ്ടായിരിക്കാം, ചിലരെ സംബന്ധിച്ച് അവർക്കൊന്നും പ്രത്യേകിച്ച് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത നിൽക്കുന്ന സിറ്റുവേഷൻ കാണും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളൊരു എന്തോ ഒരു കാര്യം കേട്ട് ഡിസ്റ്റർബ്ഡ് ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാൻ തോന്നുന്നില്ല, ഓർ നിങ്ങൾക്ക് ഇന്ന് കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്ഥലത്തു നിന്ന് നിങ്ങൾ എഴുന്നേക്കുക. ആ നടക്കുന്ന കാര്യമല്ല, മനസ്സിലായി? നിങ്ങളുടെ നോർമൽ മൈൻഡ് അവിടെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളുടെ ആ ഡിപ്രഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ മൈൻഡ് ആയിട്ടുള്ള സിക്ക് മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ നിമിഷം തന്നെ നിങ്ങൾ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കുറച്ചു നേരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ നിങ്ങൾ 2-3 സ്റ്റെപ്പ് ഒക്കെ കയറി ഒന്ന് റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്തിട്ട് വരണം. അതിനുശേഷം നിങ്ങളുടെ അബ്ഡോമൻ ഉണ്ടല്ലോ, അതായത്
നിങ്ങളുടെ പൊക്കിൾ എന്നൊക്കെ പറയത്തില്ലേ, നേവൽ പോർഷൻ, പൊക്കിളുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ കൈ കൊണ്ട്, അതായത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിക്കുക. നിങ്ങൾക്ക് ആ ഒരു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ ആയാലും ഒന്ന് എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ, നിങ്ങളുടെ ബോഡീനെ ഒന്ന് മൂവ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കാര്യം നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ, അതായത് നമുക്കിപ്പോ ഒരു ടെൻഷൻ ഉള്ളപ്പം നമുക്ക് എവിടാ ഫീൽ ചെയ്യുന്നത്? നമ്മുടെ വയറ്റിലാണ് ഫീൽ ചെയ്യുന്നത്. am I right? അല്ലെ? അതായത് നമുക്കിപ്പോ പരീക്ഷയാണ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? പെട്ടെന്ന് ബാത്റൂമിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക്, അതായത് എപ്പോഴും ഇതൊരു ഗട്ട് ഫീലിംഗ് ആണ്. നമ്മുടെ വയറ്റിൽ നിന്നാണ് ഒരു വെപ്രാളം. പണ്ടൊക്കെ സ്കൂളില് പേപ്പറൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ വയറ്റിൽ കൂടെ ഒരു ആന്തൽ വരുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പൊ നമ്മുടെ ഫീലിങ്സ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എവിടാണ്? ഈ ഗട്ടാണ്. മനസ്സിലായോ? അത് പണ്ട് മുതലേ പൊക്കിൾ കൊടി ബന്ധവുമായിട്ട് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ടാണ് അത് നമ്മുടെ അമ്മയുടെ പിന്നെ വോമ്പില് അല്ലെങ്കിൽ ഗർഭപാത്രത്തിലൊക്കെ കടന്ന് അന്ന് മുതലേ നമ്മുടെ അമ്മയുടെ ഓരോ ഇമോഷൻസും ഒക്കെ കണ്ടു വളർന്ന് എല്ലാവരും ഈ ഒരു രീതിയിലാണ്. അവരുടെ ഗട്ട് ഫീലിങ്സ് എല്ലാം എവിടെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ആ പൊക്കിൾ കൊടിയുടെ ആ ഒരു പോർഷനാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തേ, നന്നായിട്ട് അവിടെ ഒന്ന് ചൂട് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് റബ്ബ് ചെയ്യുക. ചെയ്തോ? നന്നായിട്ട് ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്യുക. എന്നിട്ട് എസ് പറഞ്ഞേ. ഇച്ചിരി പെയിൻ ഒക്കെ വരും, സാരമില്ല. അതിനുശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തിട്ട് അവിടെ ഹോൾഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ അബ്ഡോമനിലേക്ക് പിന്നെ നിങ്ങളുടെ ആ ഒരു ബ്രീത്ത് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ചെയ്ത് കുറച്ച് സമയം, ഒരു 4 സെക്കൻഡോളം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിലീസ് ചെയ്യുക. വീണ്ടും എഗൈൻ ഒരു 3 ടൈംസ് ഇങ്ങനെ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തിട്ട് നിങ്ങളുടെ അബ്ഡോമനിലേക്ക് എയർ കൊണ്ടുവരിക. അതിനുശേഷം റിലീസ് ചെയ്യുക. ദെൻ ബ്രീത്ത് ഇൻ ചെയ്യുക. എഗൈൻ അതിൽ പിന്നെ ഇത് കൊണ്ടുവരിക. എയർ ഫിൽ ചെയ്ത് ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ റിലീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വാട്ട് യു ഫീൽ? നിങ്ങൾക്ക് എപ്പം ഒരു അപ്സെറ്റ് മൂഡിലേക്ക് നിങ്ങൾ വന്നാലും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇമോഷൻസ് തങ്ങി നിൽപ്പുണ്ട്. ആ ഇമോഷനെ നിങ്ങൾ റിലീസ് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് ശരിക്കും അവിടെ ആ ഒരു നിങ്ങളുടെ ഫയർ അവിടെ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. ആ ഫയറിനെ നിങ്ങൾ വെളിയിൽ റിലീസ് ചെയ്ത് കളയുവാണ്, ഇമോഷനെ നിങ്ങൾ കളയുവാണ്. വാട്ട് യു ഫീൽ? മനസ്സിലായി? ഇമോഷനെ നിങ്ങൾക്ക് അങ്ങനെ കളയാൻ സൂപ്പർ മെത്തേഡ് ആണ്. ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും, ആ ഒരു ഏരിയാസിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അത് പിന്നെ ഗ്രാജുവലി എല്ലാ ദിവസവും നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ലെവല് പിന്നെ കൂട്ടാൻ നല്ലതായിരിക്കും കേട്ടോ, പെട്ടെന്ന് തന്നെ. അതായത് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത്, അതായത് മെഡിറ്റേഷൻ ചെയ്യുന്ന പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഗുഡ് മൂഡ് ആയിരിക്കണം, അല്ലെ? വെറുതെ നമുക്ക് ഒരു ചീത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾക്ക് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. മെഡിറ്റേഷൻ ചെയ്തിട്ടും വലിയ പ്രത്യേകിച്ച് ഒന്നും കാര്യമില്ല. കാം മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമായിരിക്കും പ്രധാനമായിട്ടും മെഡിറ്റേഷൻസ് പറ്റുന്നത്. അപ്പൊ അത്യാവശ്യം നമ്മുടെ മൈൻഡിനെ ഒന്ന് നേരെയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു എക്സസൈസ് ആണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങൾ ഏത് ഡിപ്രഷൻ ലെവലിലേക്ക് നിൽക്കുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ എനർജി ലെവൽ, ഇമോഷണൽ സ്ട്രെസ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും ഈ ഒരു ടെക്നിക്ക് വഴിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തിട്ട് വീഡിയോയുടെ താഴെ യൂട്യൂബിൽ വീഡിയോ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത്, എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. അതിനെല്ലാം നമ്മളൊന്ന് അനാലിസിസ് ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ ജീവിതരേഖ പോകുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ലൈഫിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാ ഏരിയാസിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അത് ഹെൽത്ത് ആയാലും, റിലേഷൻഷിപ്പിലായാലും, മണി റിലേറ്റഡ് ആയാലും, കരിയർ റിലേറ്റഡ് ആയിട്ടും, അതായത് ഓവറോൾ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇതാണ് നിങ്ങൾ എന്നിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടൊരു ബ്ലൂ പ്രിന്റ് എന്നൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കുക. അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാമെങ്കിൽ ചെയ്യുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ തന്നെ നമ്മൾക്കൊരു വിശ്വാസം, അതായത് ചില കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഇനി LDC പഠിക്കണോ, അതോ ഞാൻ ഇനിയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതായത് നമ്മൾ 3-4 മൈൻഡിലായിരിക്കും. സാധാരണ ചില ആൾക്കാർ 1-2 ഓപ്ഷൻസ് ആയിരിക്കും. ചില വ്യക്തികളെ സംബന്ധിച്ച് ഇഷ്ടം പോലെ ചോയ്സസ് ആയിരിക്കും, അത് വേണോ ഇത് വേണോ. ലാസ്റ്റിൽ എന്ത് ചെയ്യും? ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. കാരണം എന്താണ്? സെൽഫായിട്ടൊരു കോൺഫിഡൻസ് ഇല്ല, ഇതെനിക്ക് നേടാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് മൂലം പലപ്പോഴും എന്ത് ചെയ്യും? നമ്മള് ഈ ഒരു വർത്തമാനം പറയുമല്ലോ, എന്താണ്,
എന്തോ സ്ഥലത്ത് വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയത്തില്ലേ, കടലിനും കരയ്ക്കും ഇടയിലോ അങ്ങനെ അങ്ങാണ്ടെന്തോ പറയത്തില്ലേ, എന്തോ ഒരു സംതിങ്. അതുപോലെ ആവരുത്, മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറപ്പിച്ച് പറയണം, നിനക്ക് പറ്റും എന്നിട്ടുള്ള രീതിയിൽ. എല്ലാവരും പറയും മോട്ടിവേഷൻ കേൾക്കരുത്, പക്ഷെ ഈ മോട്ടിവേഷൻ കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് മൂവ് ഓൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? ഇല്ലേ, എല്ലാവരും പറയും മോട്ടിവേഷൻ കേൾക്കരുത്. മോട്ടിവേഷൻ ഇല്ലെങ്കിൽ, അതായത് വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിനെ അപ്പാക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന സോളാർ പ്ലക്സസിലേക്ക് എനർജി പോകണം. സോളാർ പ്ലക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ നിങ്ങളെ അപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് ഇപ്പൊ പറഞ്ഞത്. ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ടത് ആ രീതിയിലെല്ലാം നിങ്ങളെ തന്നെ എന്ത് ചെയ്യാവുന്നതാണ്. പുതിയ രീതിയിൽ ഏതൊക്കെ ഏരിയാസിൽ നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ വെൽത്ത് എങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം, ഇത് നമ്മൾക്ക് എന്തൊക്കെയാണോ ഡിസയർ ആ രീതിയിലേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നതിനെയാണ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഇപ്പോഴുള്ള സെൽഫിനെ അല്ല, നമ്മുടെ ഫ്യൂച്ചർ സെൽഫിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ദാറ്റ് ഇസ് എ ബ്ലൂ പ്രിന്റ്. ആ രീതിയിൽ നമ്മൾക്ക് ഇപ്പൊ ജീവിക്കുന്ന നമ്മൾക്ക് ആഗ്രഹമുള്ള ജീവിതമാണോ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്? നമ്മൾക്ക് ആഗ്രഹമുള്ള ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല. പകരം ആരാണ്ടറയൊക്കെ ജീവിതം, ആരാണ്ടറയൊക്കെ പ്രോഗ്രാം, ആരാണ്ടറയൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതായത് ഞാൻ ആ രീതിയിൽ ജീവിക്കണം, എനിക്ക് ആ കാർ വേണം, എനിക്ക് ഈ കാർ വേണം, എനിക്ക് അവിടെ ഫ്ലാറ്റ് വേണം, എനിക്ക് ഇവിടെ ഫ്ലാറ്റ് വേണം, ഞാൻ അതായി തീരണം, ഇതായി തീരണം, ഇങ്ങനെ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ കൺസെപ്റ്റ് നമ്മൾക്ക് ഉണ്ടല്ലോ. ആ കൺസെപ്റ്റിലേക്ക് നമ്മൾക്ക് എന്താണോ, ദാറ്റ് ഈസ് അവർ ബ്ലൂ പ്രിന്റ്. ആഗ്രഹമാവരുത്, പകരം എന്തായിരിക്കണം, ഗോൾസ് ആയിരിക്കണം. ആഗ്രഹം കൊണ്ടും ഡിസയർ കൊണ്ടും ഒരു കാര്യവും നടക്കത്തില്ല. അതിനെ നമ്മൾ ഗോൾസ് ആയിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് ആക്ഷൻസ് എടുത്ത് നമ്മളെ അതിലേക്ക് അലൈൻ ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് ആ ദിവസം നമ്മൾക്ക് ആ ഒരു കാര്യം പറ്റത്തുള്ളൂ. ഗോൾസ് ആക്കണം. നിങ്ങൾ ഇനിയും ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് പറയരുത്, പകരം എന്ത് പറയണം, എന്റെ ഗോൾസ് നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ആ രീതി, അതായത് ആ വേർഡിനെ നിങ്ങൾ മാറ്റി പിടിക്കണം. മനസ്സിലായോ? ഇനി ഞങ്ങൾ ആഗ്രഹം എന്ന് പറയരുത്, എന്റെ ഗോൾസ് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സെന്റൻസിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലായിരിക്കണം. ആ സംഭവം വളരെ എക്സ്പ്ലെയിൻ ആയിട്ട്, അത് ഒറ്റ സെന്റൻസിലായാലും ഒരു പാരഗ്രാഫിലായാലും നിങ്ങളുടെ ഗോൾസിനെ പറ്റി നിങ്ങൾക്ക് എന്തോ ഉണ്ടായിരിക്കണം, കട്ട് ആൻഡ് ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അതാണ് ഏതെന്ന് പറയുന്നത്, നമ്മളുടെ ആഗ്രഹങ്ങളല്ല, നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ആവാം, ലക്ഷ്യങ്ങൾ നേടാൻ എല്ലാവരെ കൊണ്ടും പറ്റുമോ? എല്ലാ ദിവസവും, എല്ലാ മൊമെന്റിലും, എല്ലാ ഡേയിലും അതിനു വേണ്ടിയിട്ട് നമ്മൾ അതേ ലക്ഷ്യം, അതേ ഇതെന്ന് പറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കും. ദാറ്റ് ഈസ് അലൈൻമെന്റ് സ്റ്റേജ്. നമ്മൾ ആ സംഭവമായിട്ട് നമ്മുടെ എനർജീനെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് വെച്ചിരിക്കുക, ആ ലൈനിൽ കൊണ്ടുവരിക. അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ആ ലൈനിൽ കൊണ്ടുപോകുക. നമ്മുടെ ആ ലക്ഷ്യവും അതിരിക്കുന്ന ലക്ഷ്യവും ഒരേ ലൈനിലാവുമ്പോഴാണ് ആ ഒരു ആഗ്രഹം നടക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഇഷ്ടം പോലെ ഇതുണ്ടായിരിക്കും, അതായത് നമുക്ക് വിഷമം ഉണ്ടായിരിക്കും. ഓരോ ദിവസവും ഞാൻ 3-4 മണിക്കൂർ ഒക്കെ പഠിക്കുന്നുണ്ട്, ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. നോ പെയിൻ നോ ഗെയിൻ എന്ന് പണ്ടേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അതായത് നിനക്ക് കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ലോട്ടറി അടിക്കുന്നവരെയൊക്കെ കണ്ടാലും നമ്മൾ പറയും 1-2 വർഷമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴും അവർക്ക് അത് വെറുതെ കിട്ടിയതാണ് എന്നൊരു തോന്നൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പൈസ ചെലവാക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് എന്ത് കാണത്തില്ല, കൺട്രോളിംഗ് ഒന്നും കാണത്തില്ല. അല്ലെങ്കിൽ അവർക്ക് സമാധാനത്തിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഫ്രീഡം ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് പൈസയുടെ കാര്യമില്ല, പറഞ്ഞു വലിയ വലിയ എമൗണ്ട്സുകൾ മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവരെ സംബന്ധിച്ച് ഉണ്ടാവാത്തത് കൊണ്ടാണ് ഈ ലോട്ടറി അടിക്കുന്നവരുടെ ലൈഫ് ഒന്നും അവർ വിചാരിക്കുന്ന രീതിയിലൊന്നും പോവാത്തത്. ഇപ്പൊ നമ്മൾ അതിന് പറയും കണ്ടവരുടെ ബ്രാക്കാണ്, കണ്ടവരുടെ പൈസ കൊണ്ടാണ്, അവരുടെ ഭാഗ്യം കൊണ്ടാണ്. ഇതൊന്നും അല്ല. അത് ആ ഒരു ടൈമിൽ അവര് പ്രാർത്ഥിച്ച് എനിക്ക് ലോട്ടറി അടിക്കണേ എന്ന് പറഞ്ഞു ഒരു ദിവസം അതങ്ങ് അടിച്ചു. അത്രേ ഉള്ളൂ. അവർക്ക് അതിനുള്ള വിധിയുണ്ട് ലോട്ടറി. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യും. പൈസ നമ്മൾ കൈ കിട്ടുന്നതല്ലല്ലോ കാര്യം, അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾക്ക് അറിയാമോ എന്നതിനെ അനുസരിച്ചിട്ട് വേണം നമ്മളുടെ ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളിപ്പം ഓരോ ദിവസവും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം വരും, ഞാൻ എന്നാലും അത്രയും പഠിച്ചു. പക്ഷെ പഠിച്ചതിന് ശേഷവും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. എന്താണ് ആ പെയിന്? ആ പെയിൻ മൂലം നിങ്ങൾ പഠിച്ചതിനേക്കാൾ നിങ്ങൾക്ക് എന്തുണ്ടായി? വിസ്ഡം നേടിയിട്ടുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ പെയിനിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടി?
ഞാൻ കുറേയധികം ബുക്കുകൾ വായിക്കുന്നു, നിങ്ങൾ കുറേയധികം ടെക്സ്റ്റുകളൊക്കെ വായിച്ചു, നിങ്ങൾ വീഡിയോസ് കണ്ടു, നിങ്ങൾ ക്ലാസ് കണ്ടു, കുറെ കോഴ്സസ് ഒക്കെ എടുത്തു. അപ്പൊ ആ കോഴ്സസ് ഒക്കെ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ ടൈമും നിങ്ങളുടെ പൈസയും എല്ലാം നിങ്ങൾക്ക് അവിടെ ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ എന്താണ്, അതെല്ലാം പെയിൻ ആണ് അല്ലെ? പെയിൻ മൂലം അതിന്റെ ഔട്ട്പുട്ട് റിസൾട്ട് എന്ന് പറയുന്നത് എന്തോ ഒരു വിസ്ഡം. അതായത് നിങ്ങൾ PSC പഠിക്കാൻ തുടങ്ങിയ സമയത്താണോ, ആ സമയത്തെ നിങ്ങളാണോ ഇപ്പോൾ ഉള്ള നിങ്ങള്? പണ്ട് ബാലഗംഗാധര തിലകൻ ആരാണെന്നോ, ഓർ ഗാന്ധിജി ചമ്പരാൻ സത്യാഗ്രഹം എന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, ഇതൊക്കെ നമ്മൾ വെറുതെ പോയി പരീക്ഷ എഴുതിയ കാലവും അറിഞ്ഞുകൊണ്ട് പോയി പരീക്ഷ എഴുതുന്ന കാലവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഇല്ലേ? അല്ലെ? പണ്ട് 10ഉം 12ഉം മാർക്ക് വാങ്ങിച്ച സ്ഥലത്ത് ഇപ്പൊ 55ഉം 70ഉം മാർക്ക് വാങ്ങിക്കാൻ നമ്മൾ കേപ്പബിൾ ആയത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ പെയിൻ എടുത്തത് കൊണ്ടാണ്. നമ്മൾ ആ പെയിൻ കൃത്യമായിട്ട് എടുത്തത്, അത് എന്തായിട്ട് മാറ്റിയത്? വിസ്ഡമാക്കി മാറ്റിയത് കൊണ്ടാണ്. സോ അത് നമ്മൾക്ക് നമ്മുടെ ഫോക്കസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പെയിൻ വളരെ നല്ലതാണ്. സോ നിങ്ങൾ വായിക്കേണ്ടത് വായിക്കണം, പിന്നെ ക്ലാസ്സസ് കാണേണ്ടത് അത് കാണണം. അതെല്ലാം ചേർത്ത് നിങ്ങളുടെ വിസ്ഡത്തിനെ നിങ്ങളുടെ ഗോൾസുമായിട്ട്, നിങ്ങളുടെ ഗോൾസിലേക്ക് അത് എന്തുമായിക്കട്ടെ ആ രീതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങളോട് ചേർത്തിട്ട് എടുക്കണമെന്നാണ് പറയുന്നത്. സോ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്തെ പറ്റിയിട്ട് ഓർത്ത് നിങ്ങൾ ബോധേഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങളെ സക്സസ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു പെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാവരും രാവിലെ പുതച്ച് മൂടി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ മേ ബി രാവിലെ എഴുന്നേറ്റ് പഠിക്കും, അല്ലെങ്കിൽ എല്ലാവരും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ എല്ലാവരും സിനിമ കണ്ട് എൻജോയ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ, ആ ഒരു പെയിൻ മൂലം നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ ഔട്ട്പുട്ട് റിസൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീട്, അല്ലെങ്കിൽ അതായത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്താ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എന്തെടുക്കേണ്ടി വരുന്നത്, പെയിൻ എടുക്കേണ്ടി വരുന്നത്. സോ അതും നമ്മുടെ ഫോക്കസ് കൂട്ടാൻ തന്നെയാണ് സഹകരിക്കുന്നത്. ഇനി നമ്മൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ബോഡി ആയാലും മൈൻഡിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. പ്രത്യേകിച്ച് എക്സസൈസ് 1 മിനിറ്റ് ആയാലും, ആദ്യമൊക്കെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കാര്യം ഈ ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നടത്തി തരാൻ പറ്റത്തുള്ളൂ. സോ ബോഡിക്ക് വേണ്ട എക്സസൈസും മൈൻഡിന് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്താവും? കൃത്യമായിട്ടുള്ള മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ സൈലൻസ് മോഡിലേക്ക് ഇരിക്കുകയോ അതൊക്കെ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മൈൻഡിന് നല്ല രീതിയിൽ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയതാണ്. മൈൻഡിനും ബോഡിക്കും മസ്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓരോ ദിവസവും കുറേശ്ശെ ആയിട്ടായാലും നമ്മൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു ഗാർഡനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാഷൻ ഉള്ള കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾ ചെയ്യണം. കാര്യം എപ്പോഴും നമ്മൾ ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരുന്നാൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗോൾസിനകത്തോട്ട് തന്നെ നോക്കിയിരുന്നാൽ നമ്മൾ ബോറടിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു റെസ്റ്റ്, ഒരു ബ്രേക്ക് ഒക്കെ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആ ഒരു ടൈമിൽ നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യുകയും ചെയ്യും, നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസ് വരികയും ചെയ്യും. അതായത് നമ്മുടെ മൈൻഡിനും ബോഡിക്കും സോളിനും ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഗോൾസ് എടുത്ത് വെച്ച് നോക്കണം, ഇന്ന് ഞാൻ എന്ത് മാറ്റമാണ് എനിക്ക് വരുത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് തന്നെ നോക്കി മാറ്റാനുള്ളത് മാറ്റണം. ചില കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യേണ്ടതുണ്ടാവാം, ചില കാര്യങ്ങൾ അവരവരുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ള ആക്ഷൻസ് ഒന്നുകൂടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് പുതുതായിട്ട് എന്തെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ഉള്ളത് നീക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും റീചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ പോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം മോട്ടിവേഷൻ ഒക്കെ കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ അല്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ബുദ്ധിമുട്ടുള്ള, അതായത് മെന്റൽ ഡയറ്റ് എന്നാണ് അതിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ, അതായത് നമുക്ക് അതായത് ചിലത് കണ്ടു കഴിയുമ്പോഴായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്, ഇപ്പൊ ഒരു ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോഴോ അതൊക്കെ ആയിരിക്കും മേ ബി നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡൗൺ ആക്കുന്ന പ്രധാനപ്പെട്ട റീസൺ ഇല്ലേ? അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റി കാണത്തില്ല. ചിലപ്പം നിങ്ങൾ അവരെക്കാൾ നല്ല ജീവിതമായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ ആ പോസിറ്റീവ് സൈഡ് മാത്രമാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. നമ്മൾ വിചാരിക്കും അതാണ് ഫുൾ ടൈം അവർ കാണിക്കുന്നത് എന്ന ഒരു മൈൻഡ് നമ്മൾക്ക് ഉണ്ടായി വരും. നമ്മളെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ ആ ക്രിട്ടിസൈസ് ചെയ്യുന്ന മൈൻഡിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? അടങ്ങിയിരിക്കും മൈൻഡ്, എനിക്ക് ഇതൊന്നും അല്ല, എനിക്ക് ആഗ്രഹിക്കുന്ന ഗോൾസിലേക്ക് പോകണം എന്ന് നമ്മൾ തന്നെ പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യേണ്ടതാണ്? നമ്മളെ തന്നെ ഈ റയ ഫാത്തിമ ആരാണ്? സജ്ജിയാണോ? സജിതയാണോ?
ഇതുവരെ ശരിയായില്ലേ അമ്മായിമ്മ? അതെങ്ങനെ കോഴ്സ് എടുത്തു വെച്ചിട്ട് ബാക്കി ചെയ്യത്തില്ലല്ലോ, ബാക്കി ചെയ്യത്തില്ലല്ലോ. 20-15 ദിവസം, ഇതുവരെ 7 days വരെ ആയിട്ടേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ചിന്തകൾക്ക് മാറ്റം വരുന്നത്? അതായത് നമ്മള് അതായത് നമ്മളുടെ ഫോക്കസ് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പാടെ മറന്നേക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? മനസ്സിലായോ? നമ്മൾ മറ്റുള്ളവരെ നോക്കി അവരത് ചെയ്യട്ടെ, ഇവരിത് ചെയ്യട്ടെ, അവരതെന്നെ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ താപ്പോട്ട് പോകത്തതേ ഉള്ളൂ. ഞാൻ എഴുതി തരാം. മനസ്സിലായോ? നിങ്ങൾ എപ്പോഴാണോ അൺകണ്ടീഷണലി നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, നിങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു പുരോഗതി ഉണ്ടാവത്തുള്ളൂ. എത്ര കോഴ്സ് എടുത്തെന്ന് പറഞ്ഞാലും, ഏതൊക്കെ ട്രെയിനറുടെ അടുത്ത് പോയെന്ന് പറഞ്ഞാലും, നമ്മൾ മാറാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഒരിക്കലും, അതായത് നമ്മൾ തോന്നലാണ്, നമ്മളുടെ റിഫ്ലക്ഷൻ ആണ് എന്റെ കൊച്ചുങ്ങളെ നമ്മുടെ വീട്ടിലുള്ളതും നമ്മുടെ സമൂഹത്തിലുള്ളതും എല്ലാ വ്യക്തികളും. അല്ലാതെ ഈ ലോകത്ത് മോട്ടിവേഷൻ പേരിൽ നമ്മൾ പറയും അവരത് ചെയ്തു, ഇവര് ഇത് ചെയ്തു, നമ്മൾക്ക് അവരെ വിജയിച്ച് കാണിക്കണം, റിയാലിറ്റി എന്നാണ്. റിയാലിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. നമ്മൾ ശരിയായി കഴിഞ്ഞാൽ ചുറ്റും മാറാത്തതായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല. നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ജീവിതം മാറ്റണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണം? മറ്റുള്ളവരുടെ പേപ്പറിൽ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. നിങ്ങളുടെ പേപ്പറിനകത്ത് എഴുതി മാർക്ക്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ റീ അറേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ? ബാക്കിയുള്ള എല്ലാവരെയും നിങ്ങൾ വിടുക. നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തവരെയും, നിങ്ങളെ പഴിചാരിയവരെയും, നിങ്ങളെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരെയും എല്ലാം നിങ്ങൾ എടുത്തു കളയുക. വേണ്ട, അവരൊന്നും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ലോകത്ത് യൂണിവേഴ്സിന്റെ ഒരു ശക്തി മാത്രമല്ല. യൂണിവേഴ്സ് പറഞ്ഞ നീ എന്താണ് നീ എന്നെ ശ്രദ്ധിക്കാത്തത് കുഞ്ഞെ എന്ന് മാത്രമേ നമ്മളോട് ചോദിക്കത്തുള്ളൂ. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ്, പോകുന്നത് ഒറ്റയ്ക്കാണ്. പിന്നെ എന്തിനാണ് അതിനിടയിൽ കാണുന്ന ആൾക്കാരോട് നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ പേറി നടക്കുന്നത്? സോ അതെല്ലാം എന്ത് ചെയ്യുക? ലീവ് ചെയ്യുക. മനസ്സിലായി? ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പോട്ടെ, ഞാൻ അവരോടെല്ലാം ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നു. എനിക്ക് എന്റെ വിജയത്തിലേക്ക് നേടണമെങ്കിൽ, വിജയത്തിലേക്ക് പോകണമെങ്കിൽ എന്റെ എനർജി, അത് അമ്മായിയമ്മ ആയിക്കോട്ടെ, അമ്മായിച്ചനായിക്കോട്ടെ, നാത്തൂനായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഇവർ സ്വന്തം അമ്മയോ അച്ഛനോ ആയിക്കോട്ടെ, ഇവരിലേക്കൊക്കെ നിങ്ങളുടെ എനർജി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി എന്തായിട്ട് മാറും? ബ്ലർ വിഷനായി പോകും. മനസ്സിലായോ? ആ ഫോക്കസും നിങ്ങളുടെ ശരീരമായാലും മനസ്സായാലും എല്ലാം ഒരേ എനർജിയോട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കൊടു. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾ മാറുമ്പം എന്ത് മാറും? നിങ്ങളുടെ ഫാമിലി മാറും 100%. എത്ര സ്നേഹിക്കാത്ത അമ്മായിയമ്മയാണെങ്കിലും സ്നേഹിക്കും, നാത്തൂനാണെങ്കിലും സ്നേഹിക്കും. എന്ത് മാറ്റമാണ് റിയ ഫാത്തിമ ശ്രദ്ധിച്ചു നോക്കണം. എന്ത് മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത് എന്നിട്ടുള്ള കാര്യം സ്വയമേ മാറ്റി നോക്കുക. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കും എന്ന് അഫേം ചെയ്തുകൊണ്ടേയിരിക്കുക. മനസ്സിലായോ? അതൊന്നും ഒരു പ്രശ്നമല്ല എന്നിട്ടുള്ള രീതിയിൽ നമ്മളെ തന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തോണം. നമുക്ക് ആരുടെയും സഹായം, ഈ കംഫോർട്ട് സോണിന്റെ ബ്രേക്ക്, അതായത് കംഫോർട്ട് സോൺ നമ്മൾ പുറത്തു വരുന്നത് കൊണ്ടാണ് ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. മനസ്സിലായോ? അതായത് അവര് പറയുന്നതെല്ലാം കേട്ട് നമ്മൾ കേൾക്കുവാണെങ്കിൽ നമുക്കൊരു കുറ്റപ്പെടുത്തലും ഇല്ല. അവരുടെ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ എന്നാണോ ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾക്ക് ഈ കുറ്റപ്പെടുത്തുക. ആ കുറ്റപ്പെടുത്തിക്കോട്ടെ, അതെല്ലാം നമ്മളുടെ എന്താണ് ജീവിതത്തിൽ ഉയരാൻ വേണ്ടുന്ന സാഹചര്യങ്ങളാണ്. ഈ വ്യക്തികളായിരിക്കും നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള പവറിനെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് നമ്മളെ എതിർക്കുന്ന വ്യക്തികളായിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും നന്ദി പറയേണ്ടത്. ശരിക്കും നമ്മളെ ഇങ്ങനെ പാമ്പർ ചെയ്ത് നിർത്തുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, സാരില്ല പോട്ടെ. ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ കൊല്ലുക. മനസ്സിലായോ? മറ്റുള്ളവരോടുള്ള ആ ദേഷ്യം കൊണ്ട് നിങ്ങൾ തകരരുത്. പകരം നിങ്ങൾ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾ ആരാണ് ഫുള്ളി നിങ്ങളുടെ ക്രെഡിറ്റ് ആർക്കാണ് പോകേണ്ടത്? ആ വ്യക്തികൾക്കാണ്. നിങ്ങളെ ആരാണോ എതിർക്കുന്നത് ആ വ്യക്തികൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ്. കാരണം ആ വ്യക്തിയോടുള്ള വൈരാഗ്യം മൂലമാണ് നിങ്ങളായത്. നിങ്ങളുടെ ഉള്ളിലെ ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. മനസ്സിലായോ?
അതുകൊണ്ട് ബന്ധങ്ങളായാലും എന്ത് സംഭവം, അത് നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങളിലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മൾ ഇന്നലെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചിറകിന്റെ കാര്യം, ഒരു പക്ഷിയുടെ, അതുപോലെ ആയിരിക്കണം. എന്റെ ഉള്ളിലുള്ള ഒരു പവർ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ കൃത്യമായിട്ടും യൂണിവേഴ്സിന് യോജിക്കുന്ന, യൂണിവേഴ്സൽ ലോ അനുസരിച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവും സംഭവിക്കത്തില്ല, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, സോ ആരോടുള്ള ദേഷ്യങ്ങളെല്ലാം, അത് ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കംപ്ലീറ്റ്ലി അങ്ങ് കളഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ കൃത്യമായിട്ട് സ്ലീപ്പ്, നിങ്ങളുടെ കൃത്യമായിട്ട് ഫോക്കസ് കൂട്ടാൻ വേണ്ടി, ചില ആൾക്കാർക്ക് എന്താണ്, കൃത്യമായിട്ട് റൊട്ടീൻ ഉണ്ടായിരിക്കത്തില്ല. അത് നമ്മളുടെ വിജയത്തിലേക്ക് നമ്മളെ പിന്നോട്ടേക്ക് അടുപ്പിക്കുന്നതാണ്. ചില വ്യക്തികൾ രാത്രി 12 മണിക്ക് ഉറങ്ങും, ചില ദിവസം 2 മണിക്ക് ഉറങ്ങും, ചില ദിവസം 3 മണിക്ക് ഉറങ്ങും. അങ്ങനെയല്ല, ഇപ്പൊ നമ്മൾ 11 മണിക്ക് ഉറങ്ങുന്നതിന് കൃത്യമായിട്ട് 12 മണിക്ക് ഉറങ്ങും, 5 മണിക്ക് എഴുന്നേൽക്കുവാണെങ്കിൽ ആ ഒരു റൊട്ടീൻ നമ്മൾ കൃത്യമായിട്ട് കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കാം. ഇനിയും അടുത്തത് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ മെന്റൽ ഡയറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അത് ആരുടെ വാക്കുകളായാലും ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്. നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയാലും ബുക്കുകളായാലും ഒക്കെ നമ്മൾ എല്ലാ ദിവസവും ആ രീതിയിലേക്ക് ചിന്തിച്ച്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ എപ്പോഴും മനഃപൂർവ്വം ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു പവർഫുൾ ടെക്നിക്കാണ്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി അമേസിംഗ് ആയിരിക്കും കേട്ടോ. ഇച്ചിരി ടൈം എടുത്ത് നിങ്ങൾ ചെയ്യണം. അതായത് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ നേടിയിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അതായത് ചെറിയ കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്ന, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ. അതായത് നിങ്ങൾക്ക് നല്ലതായിട്ട് ഒരു അല്ലെങ്കിൽ ബുക്ക് വായിച്ചെടുക്കാൻ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാൻ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ, അതായത് ഇതുവരെ നമ്മൾ മറ്റുള്ളവരെ അല്ലേ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതുവരെ നേടിയിരിക്കുന്ന, അതായത് നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയിട്ട് പോയോ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഏത് സാഹചര്യവും ആവാം കേട്ടോ. അതായത് നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ ഈ ലൈഫ് വരെ നിങ്ങൾ നേടിയിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രീസിയേഷൻ ലെറ്റർ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് എഴുതി നോക്കുക. ഇത് നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ ഹൈ ആക്കാൻ സഹായിക്കുന്ന സംഭവമാണ്. പണ്ട് നമ്മൾ യൂണിവേഴ്സൽ ലെറ്റർ ഒക്കെ അല്ലേ, യൂണിവേഴ്സിന് ഒരു കത്ത്, അങ്ങനെയൊക്കെ അല്ലേ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതെന്താണ്, നമ്മളൊരു അപ്രീസിയേഷൻ ലെറ്റർ എഴുതുക. അതായത് നമ്മൾക്ക് ചെയ്തിരിക്കുന്ന കുറച്ചേറെ കാര്യങ്ങളെല്ലാം കൂടെ എഴുതുക. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി പെട്ടെന്ന് ഹൈ ആവും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മിറർ ടെക്നിക്ക്. അത് നമ്മൾ എപ്പോഴും പറയും, നമ്മൾ മിറർ എടുത്ത് പാമ്പർ ചെയ്യണം. അതായത് നമ്മുടെ ഓരോ പോർഷൻസും എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടതാണ്, നമ്മളുടെ അത് കൊള്ളാം, ഇത് കൊള്ളാം, നീ പവർഫുൾ ആണ്, നീ കംഫർട്ട് ആണ് എന്നൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്. നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ്. പലർക്കും എന്താണ്, സ്വന്തം കണ്ണിലേക്ക് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന കാലമാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാവുന്നതാണ്, നമ്മളെ തന്നെ പാമ്പർ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ പണ്ടൊക്കെ എന്തായിരുന്നു, വിഗ്രഹ ആരാധന എന്ന് പറയുന്ന സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്, അത് ഏത് ജാതിയിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും സ്വന്തം മുഖം ആ വിഗ്രഹം അല്ലെങ്കിൽ ആ കണ്ണാടിയിൽ കണ്ടാൽ മതി എന്നതായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് തത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അവനവന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ദൈവം എന്ന് പറയുന്നത്, അല്ലെ? ആ ദൈവത്തിനെ നമ്മൾ തിരിച്ചറിയുക. ദാറ്റ് ഇസ് എന്താണ് മിറർ വർക്ക് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് കൊണ്ടുവരിക. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണാടിയുടെ മുൻപിൽ പോയിട്ട് ഈ അഭ്യാസങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ ആന്തരികമായ തത്വം. ആ സെൽഫാണ് നമ്മുടെ ട്രൂ സെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് നമ്മുടെ കഴിവുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും പൂർണ്ണ ഉത്തരവാദിത്തം. അതായത് നമുക്ക് സ്റ്റേജ് ഫിയർ ഉള്ളവരായാലും, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തവരായാലും ഒക്കെ എന്ത് ചെയ്യാവുന്നതാണ്, ഈ മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. മിറർ ടെക്നിക്കൊക്കെ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതായത് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ മിറർ ടെക്നിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളെല്ലാം എന്തായിരിക്കണം, പോസിറ്റീവ് മൈൻഡ് മെന്റാലിറ്റി ഉള്ള വ്യക്തികളെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അല്ലാത്ത വ്യക്തികളെയൊക്കെ എപ്പോഴും അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ ആ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികൾ, നിങ്ങളിപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പോയിട്ട് വഴക്കിടുവാണ് എങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ആ എനർജി ലെവൽ വീണ്ടും പഴുതിലേക്ക് പോകും. പിന്നെ ആ ഒന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് എന്തോരം പാടാണെന്ന് നിങ്ങൾക്കറിയാമോ? മനസ്സിലായോ? അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് വഴക്ക് നടക്കുവാണെന്ന് വിചാരിക്കുക.
അപ്പൊ ആ വഴക്ക് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ക്യാഷ് ഫ്ലോ ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങളുടെ വീട്ടിൽ ആർക്കായാലും വരാനുള്ള പൈസ ആ ഒരു ടൈമില് പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ? അതായത് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും വഴക്കിനെ തുടർന്ന്. അപ്പൊ നമ്മൾ പറയാ ആരെങ്കിലും ബ്ലാക്ക് മാജിക് ആയിരിക്കും, അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? മണി ഒരിക്കലും എന്ത് ഇഷ്ടപ്പെടുന്നില്ല? വയലൻസ് അല്ലെങ്കിൽ ഈ ശബ്ദങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ശാന്തതയുള്ള വീട്ടിൽ മാത്രമായിരിക്കും എന്തുണ്ടാവുന്നത്? നല്ല രീതിയിൽ മണിയുടെ ഫ്ലോ ഉണ്ടാവുന്നത്. മണി എപ്പോഴും എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോവാൻ, അല്ലെങ്കിൽ ഈ വീട്ടിലാണ് നമുക്ക് താല്പര്യം എന്നൊക്കെ പറയുന്നത് പോലെ ആ മണി എന്ന് പറഞ്ഞിരിക്കുന്ന എനർജി നിൽക്കണം. അല്ലെങ്കിൽ പണ്ട് തൊട്ട് ലക്ഷ്മി ദേവി എന്നൊക്കെ പറയത്തില്ലേ? ലക്ഷ്മി ദേവി വരണമെങ്കിൽ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കണം എന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. ഏത്? ഈ പറഞ്ഞിരിക്കുന്ന അതിലൂടെ സൈലൻസ്, കാം, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത വിജയത്തിന് അടിസ്ഥാനമാവത്തുള്ളൂ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ കലബില കൂടുന്ന കുറെ വീടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നിർത്തണം. നിങ്ങൾ ഒറ്റ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് നന്നാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നന്നാവും. നിങ്ങൾ നന്നാകുമ്പോൾ നിങ്ങളുടെ മക്കൾ നന്നാവും, നിങ്ങളുടെ മക്കൾ നന്നാവുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് നന്നാവും, ഹസ്ബൻഡ് നന്നായി കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മായിയമ്മ നന്നാവും, അമ്മായിയമ്മ നന്നാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മായിച്ചിന് നന്നാവും. ഇതെല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്തതിനു ശേഷമാണ് പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? എത്ര വയലൻസ് ഉള്ള ആൾക്കാരെയും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സ്നേഹം കൊണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വൈബ്രേഷൻ എന്ന് പറയുന്നത് ലവിന്റെ ഫ്രീക്വൻസിയാണ്. മനസ്സിലായി? ആ സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റാത്തതായിട്ട് എത്ര കള്ളുകുടിയനെ ആയാലും, എത്ര ദുസ്വഭാവമുള്ള വ്യക്തികളെ ആണെങ്കിലും എല്ലാവർക്കും വേണ്ടത് എന്താണ്? സ്നേഹമാണ്. മനസ്സിലായോ? അപ്പൊ ആ സ്നേഹം നിങ്ങൾ തന്നെ ഒരു സ്നേഹമായി മാറുക. മറ്റുള്ളവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കരുത്? നിങ്ങൾ സ്നേഹം പ്രതീക്ഷിക്കരുത്. ആ സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കാൻ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രശ്നം വരുന്നത്. പണ്ട് ആരോ പറഞ്ഞതുപോലെ, നമ്മളിപ്പോ പിച്ചക്കാർക്ക് പൈസ കൊടുക്കുന്നു. ആ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ പറയുവോ ആ പിച്ചക്കാരോട് ഞാൻ ആ കൊടുത്ത 10 രൂപ ഇങ്ങി തരണേ എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് പിച്ചക്കാരോട് ചോദിക്കുവോ? ഇതുപോലാണ് നമ്മുടെ ഹസ്ബൻഡിനെ സ്നേഹിച്ചിട്ട് നമ്മൾ പറയുവാണ്, അയ്യോ എന്റെ ഹസ്ബൻഡ് തിരിച്ച് സ്നേഹിക്കുന്നില്ല, ഞാൻ തന്ന സ്നേഹം ഇങ്ങ് തിരിച്ചു തരണേ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉണ്ടെങ്കിലല്ല നിങ്ങൾക്ക് തരാൻ പറ്റൂ. മനസ്സിലായി? നിങ്ങളുടെ ഉണ്ടായിട്ടാണ് നിങ്ങൾ കൊടുത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പലരുടെയും കംപ്ലൈന്റ് ആണ്, ഞാൻ അദ്ദേഹത്തിനെ സ്നേഹിച്ചിട്ട് ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല, ആ വ്യക്തിയുടെ എന്റെ കൊച്ചുങ്ങളെ സ്നേഹമില്ല. നിങ്ങൾ സ്നേഹത്തിന്റെ ഒരു ഫാക്ടറി ആയിട്ട് മാറുക. എങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഹാപ്പി ഉണ്ട്, സ്നേഹമുണ്ട്, നിങ്ങൾക്ക് പൈസ ഉണ്ട്, നിങ്ങൾക്ക് ആരുടെയെങ്കിലും വേണോ? മനസ്സിലായോ? അതായത് ആ വ്യക്തികളിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ എന്ന റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രശ്നം ആരിലാണെന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇല്ലാത്തൊരു വ്യക്തി എങ്ങനെയാ നിങ്ങൾക്ക് തരുന്നത്? അപ്പൊ നമ്മൾക്ക് ഇല്ലാത്ത വ്യക്തിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്? നിങ്ങൾ അങ്ങ് കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ സ്നേഹമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ജോയ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്. എങ്കിൽ എന്ത് ചെയ്യുകയാണ്? അതായത് ഈ ദൈവങ്ങളുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുള്ളത് എങ്ങനെയാ? ഇങ്ങനെയല്ലേ വെച്ചിരിക്കുന്നത്? അതായത് ഞാൻ നിന്നെ ബ്ലസ് ചെയ്യുവാണ്, നീ ഉള്ളതെല്ലാം എടുത്തോളൂ. ഏതെങ്കിലും ദൈവം ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ ദൈവങ്ങളും ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതായത് നീ എന്നിൽ നിന്നുള്ളതെല്ലാം എടുത്തോളൂ. ഇതാണ് ആന്തരിക തത്വം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിയായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും സ്നേഹത്തിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളെ ആരെങ്കിലും സ്നേഹിച്ചില്ലേ പ്രശ്നമുണ്ടോ? ഇല്ല. നോ, നെവർ. നമ്മുടെ കയ്യിൽ അവിടെ ലാക്ക് വരുമ്പോഴേ ഉള്ളൂ നമ്മൾക്ക് ഈ എക്സ്റ്റേണൽ സോഴ്സസ് നമ്മൾക്ക് ആവശ്യം വരുന്നത്. നമ്മൾ തന്നെ ഒരു സ്നേഹത്തിന്റെ നിറകൂടമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്തായിട്ട് മാറും? അത്ര സൂപ്പർ ആയിട്ട് മാറത്തില്ലേ കൊച്ചുങ്ങളെ? മാറും 100%. സോ നിങ്ങൾ എന്തായിട്ട് മാറുക? ഒരു സ്നേഹമായി മാറുക. ആ സ്നേഹം എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയിൽ ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക? ആ ലവ് എനർജിനെ നിങ്ങളുടെ വീട് മൊത്തവും നിങ്ങളുടെ നാട് മൊത്തവും അങ്ങോട്ട് വിട്ടേ. 100 സത്യം. അത് എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും എല്ലാം കഴിഞ്ഞ് എല്ലാ വ്യക്തികളും എന്തായിട്ട് മാറും? യുണൈറ്റി അല്ലെങ്കിൽ ഏകത എന്ന മനോഭാവത്തോടെ മാറും. ഓക്കെ. ഇനിയും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് ക്രിട്ടിസൈസ് വരും. സെൽഫ് ക്രിട്ടിസൈസ് വരും. അപ്പൊ ആ ക്രിട്ടിസൈസ് വരുമ്പം പോട്ടെ, അതായത് നമുക്ക് നമ്മളെ പറ്റിയിട്ട് വൃത്തികെട്ട, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എന്നെ കൊണ്ട് അത് പറ്റത്തില്ല, എനിക്ക് ഇതൊന്നും ഡിസർവിങ് അല്ല എന്നൊക്കെയുള്ള 100 കൂട്ടം ചിന്താഗതികൾ നമ്മൾ ഒരു കാര്യത്തിനോട്ട് ഇറങ്ങുമ്പോഴും നമ്മുടെ ഗോൾസിലേക്ക് വരുമ്പോഴും എല്ലാ നിമിഷവും ഇങ്ങനെ വരും. പക്ഷെ എന്ത് ചെയ്യണം?
ആ സംഭവത്തിനെ പിടിച്ചു വലിച്ചങ്ങോട്ടങ്ങ് കളയുക. എന്ത് തോട്ട്സ് ആണോ നിങ്ങളെ അലട്ടുന്നത് അത് എന്റെ കൂടെ വേണ്ട, കാരണം എനിക്ക് ജീവിതത്തിൽ വിജയിച്ചേ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ, റീഅഷ്യൂർ ചെയ്യണം. ഇതെനിക്ക് വേണ്ടതാണ്, സോ ഈ ഒരു ക്രിട്ടിസൈസ് എനിക്ക് ഇതിനെല്ലാം അവകാശിയാണ് എന്ന് നിങ്ങൾ വീണ്ടും 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 പറഞ്ഞ് എന്ത് ചെയ്യണം, നിങ്ങളെ പ്രൊവോക്ക് ചെയ്യണം, നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഡിസയർ നിങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായോ? അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ ലൈഫിനകത്തുള്ള ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പുറന്തള്ളി നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഫോക്കസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഇത്രയും പോയിന്റ്സുകളാണ് പറഞ്ഞത്. എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചു പറയാം. നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളെ നിങ്ങൾ മാറ്റുക. പിന്നെ ചിന്തകൾ വരുന്ന സമയത്ത് അടുത്തത് എന്നിട്ടുള്ള രീതിയിൽ നമുക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ ലൈഫിനെയൊക്കെ ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് പോകുന്നത്, പോസിറ്റീവായിട്ടാണോ അതോ നെഗറ്റീവായിട്ടാണോ പോകുന്നത്, അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങൾ ബ്ലൂ പ്രിന്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടം പോലെ അവസരങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾക്ക് ഏതാണ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിലേക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. പിന്നെ നമ്മൾ പെയിൻ ഒക്കെ അനുസരിച്ചിട്ട്, അതായത് നമ്മൾ നമ്മുടെ ഗോൾസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഓരോ പെയിൻസ് ഉണ്ടാവും, അതെല്ലാം നമ്മളുടെ വിസ്ഡം ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത പോയിന്റ്, നമ്മളുടെ ബോഡിക്കും നമ്മളുടെ മൈൻഡിനും വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനും എക്സസൈസുകളും ഒക്കെ ചെയ്യുക. ദെൻ ഓരോ ദിവസവും കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്ത് അതിനകത്തുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെന്താണ്, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ മെന്റലി, അതായത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ആവശ്യമുള്ളത് മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മുടെ വീഡിയോസ് ആയാലും ഓഡിയോസ് ആയാലും കേൾക്കാവൂ. കാരണം അതൊക്കെയാണ് നമ്മുടെ ലൈഫിലേക്ക് മുന്നോട്ടേക്ക് വരുന്നത്. സോ എപ്പോഴും മെന്റൽ ഡയറ്റ് നമ്മൾ വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതായത് നമ്മൾക്ക് ശരീരത്തിന് ജങ്ക് ഫുഡ് ഒക്കെ ദോഷമായിട്ട് പറയുന്നത് പോലെ തന്നെയാണ് ഈ മെന്റൽ ഡയറ്റ് നമ്മുടെ മനസ്സിന് ഭയങ്കര നമ്മൾ നോക്കേണ്ടതാണ്. നമ്മൾ ഈ കൊടുക്കുന്നതും, അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം അകത്തേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരു അപ്രീസിയേഷൻ ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ നമ്മുടെ ലൈഫിൽ നടന്നിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളെ നമ്മളൊന്ന് അക്നോളജ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾക്ക് നല്ല നല്ല കാര്യങ്ങൾ നേടാൻ പറ്റുമെന്ന് നമ്മൾ നമ്മളെ തന്നെ അഷ്വർ ചെയ്യുന്നതാണ് ഈ പിന്നെ അപ്രീസിയേഷൻ ലെറ്റർ എഴുതാൻ പറഞ്ഞതിന്റെ കാര്യം. പിന്നെ മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് സ്ലീപ്പ് ചെയ്യുക, നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ മറ്റുള്ളവരെയും കുറച്ച് കാര്യങ്ങൾ, അതായത് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഫാമിലിനെ കെയർ ചെയ്യണം. കാര്യം എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് അല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. മനസ്സിലായോ? നമ്മുടെ ഫാമിലിനെ നമ്മൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ ഫാമിലിക്ക് കൊടുക്കണം. സോ അവിടെ നമ്മൾ സ്നേഹമായിട്ട് എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്ത് അവസരത്തിന് ഒരിടത്തും നമ്മൾ കശപിശയാക്കാൻ വേണ്ടിയിട്ട് പോകരുത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്തത് പിന്നെന്താണ്, പോസിറ്റീവ് മൈൻഡ് ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലാത്ത വ്യക്തികളെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളൊരു പ്രത്യേകിച്ച് ആരെയും മൈൻഡ് ചെയ്യേണ്ട, അതായത് അവർ പറയുന്ന ആ കാര്യങ്ങളെ നമ്മുടെ ചെവിയിലേക്ക് പോലും എടുക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെവി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ്, അതായത് നമ്മുടെ ചെവിയുടെ ഷേപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ് അതുപോലെയല്ലേ കിടക്കുന്നത്. അത് നമ്മുടെ ചെവിയുടെ ശ്രദ്ധിച്ചു നോക്കും, ചെവിയുടെ ഷേപ്പ് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അതുപോലെ, അതുകൊണ്ടാണ് നമ്മൾ ചെവിയിലേക്ക് വരുന്ന ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി പോലും, ആ സൗണ്ട് പോലും നമ്മളെ ഡൗൺ ആക്കാൻ കഴിയുന്നതാണ്. അല്ലെ? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതുമാണ് ഏറ്റവും നമുക്ക് വലിയ പ്രശ്നം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതായത് ഒരു വ്യക്തി നമ്മളെ അടിക്കുന്നതിനേക്കാൾ ഭീകരമാണ് ആ വ്യക്തി നമ്മളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ദ പവർ. അതായത് ഇതും നമ്മളുടെ ആ ഗർഭപാത്രവുമായിട്ട് അത്രയും ഇമോഷണലി കണക്റ്റഡ് ആണ് ചെവി. മനസ്സിലായോ? അത്രയും, അതായത് സൗണ്ട് ഫ്രീക്വൻസിയിലാണ് ഈ ലോകം പോലും പൊക്കോണ്ടേയിരിക്കുന്നത്. ഐൻസ്റ്റീനും എഡിസണും ഒക്കെ ടെസ്ലയും ഒക്കെ പറയുന്നത് പോലെ ഈ ലോകം, നമ്മുടെ ഫ്യൂച്ചർ ലോകം എന്തിലാണ്? ഫ്രീക്വൻസിയിലായിരിക്കും പൊക്കോണ്ടേയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇങ്ങോട്ടേക്ക് കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കാൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്, നമ്മൾ സെൽഫായിട്ടുള്ള ക്രിട്ടിസൈസ് എല്ലാം ഒഴിവാക്കുക. എന്നെ അവർ സ്നേഹിക്കുന്നില്ല, ഇവർ സ്നേഹിക്കുന്നില്ല, എനിക്കത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, എല്ലാത്തിനെയും നിങ്ങൾ വലിച്ചെറിയുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ അതായി തീരുക. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ കുറച്ചു നേരം സൈലൻസ് ആയിട്ട് 5-10 മിനിറ്റ് ഒക്കെ സൈലൻസ് ആയിട്ട് കണ്ണടച്ചിട്ട് നോർമലി ഇരിക്കുക. പിന്നെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള തറയിലൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് വേണം ചെയ്യാൻ. കാര്യം മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങും. മാറാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആ സറൗണ്ടിങ്സിലുള്ള വ്യക്തികളെ പോലും അത് ചെയ്യാം. ബെഡിലൊന്നും ഇരുന്നിട്ട് എന്ത് ചെയ്യരുത്, മെഡിറ്റേഷൻസ് ചെയ്യരുത് ബെഡിൽ. കാരണം ആ എനർജി കൂടും അവിടെ. അപ്പൊ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബെഡിലൊന്നും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ വേണ്ടിയുള്ളത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കണം. എന്നാൽ വെറുതെ നമ്മളിത് കേട്ടോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിവ് കിട്ടത്തതേ ഉള്ളൂ. പക്ഷെ ഇതിനെ നിങ്ങൾ എന്തായിട്ട് മാറണം, തിരിച്ചറിവാക്കി മാറ്റണം. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റം ഉണ്ടാക്കി കാണിക്കുമ്പോഴാണ് അതൊരു തിരിച്ചറിവായി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾസിലേക്കും എല്ലാത്തിലേക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താൻ വേണ്ടിയിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.